1035 കിലോമീറ്റർ ഓടിയ ഒരു റണ്ണിങ് ഷൂവിൻ്റെ അടിഭാഗമാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കാണിക്കാനുള്ള റീസൺ പ്രൈസിങ്ങിൻ്റെ ഡിഫറൻസ് വരുമ്പോൾ ഒരു ഷൂസിൽ കിട്ടുന്ന ക്വാളിറ്റിയുടെ ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളൊരു 1500 റേഞ്ചിൽ ഷൂ വാങ്ങുന്നതിനെ പറ്റി പറഞ്ഞു. അതിൽ 2 ഷൂ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അതിന് മുന്നേ കിപ്രണിൻ്റെ ജോഗ്ഫ്ലോ 190.1ൻ്റെ റിവ്യൂ ചെയ്തു. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ 2 റീലിൽ ഞാൻ കവർ ചെയ്ത ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷൂസ് ആയിരുന്നു. ഇത് പ്യൂമയുടെ മാഗ്നിഫൈ നൈട്രോ ആണ്. ഇത് ഞാൻ വാങ്ങിച്ച സമയത്ത് 6000 ആയി. ഇതിൻ്റെ ലേറ്റസ്റ്റ് മോഡലായ പ്യൂമ മാഗ്നിഫൈ നൈട്രോ 3 നിങ്ങളിപ്പോൾ വാങ്ങുവാണെങ്കിൽ ഒരു 10,000+ ആവും. ഈ കാണുന്ന ജോഗ്ഫ്ലോ 190.1 ഞാൻ മേടിച്ചത് 2100 ഇതിൻ്റെ MRP വരുന്ന 2500 2600 റേഞ്ചാണ്. ആ പ്യൂമയുടെ മാഗ്നിഫൈ നൈട്രോയിൽ കിട്ടുന്ന റിസൾട്ട് നിങ്ങൾ ഈ 2500 ഷൂവിൽ എക്സ്പെക്ട് ചെയ്യില്ല. അത് 1000 കിലോമീറ്റർ സുഖമായിട്ട് പോയി. ഇതൊരിക്കലും 1000 കിലോമീറ്റർ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന് സ്റ്റാക്ക് ഹൈറ്റ് കുറവാണ്. ഇതിൻ്റെ മെറ്റീരിയൽസ് ഡിഫറൻ്റ് ആണ്. അതിലുള്ള ആ കുഷനിങ് പോലും ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് കാലിൽ അത്രയും കംഫർട്ടബിൾ ആയിരിക്കില്ല. ഡെക്കാത്തലോൺ തന്നെ അവരുടെ വെബ്സൈറ്റിൽ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ കാണാൻ പറ്റും. ഞാൻ ഒരു സ്ക്രീൻഷോട്ട് പറ്റുമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. സ്പെസിഫിക്കലി പറയുന്നുണ്ട് ഈ ഷൂ കൊണ്ട് മാക്സിമം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വീക്ക്ലി ഡിസ്റ്റൻസ് 20 കിലോമീറ്റർ ആണ്. പക്ഷേ മാഗ്നിഫൈ നൈട്രോയിൽ എനിക്ക് തോന്നുന്നു ആദ്യം എൻ്റെ ഒരു 10K റേസൊക്കെ ഓടിയ ഷൂ ആണ്. ആ സമയത്ത് എൻ്റെ ട്രെയിനിങ് മൊത്തം ഞാൻ ആ ഒരു ഷൂവിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എങ്ങനെ പോലും വീക്ക്ലി ഞാൻ ഒരു 40-50 കിലോമീറ്റർ സുഖമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇനിഷ്യൽ സ്റ്റേജിൽ. എന്നിട്ടും 1000 കിലോമീറ്റർ ആയിട്ടും ഗ്രിപ്പ് അത്ര ഇൻടാക്റ്റ് ആണ്. ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് 2 എൻറ്റയർലി ഡിഫറൻ്റ് ആയ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള 2 ഷൂ ആണ്. ഇപ്പോൾ 2500 ഒരു ജോഗ്ഫ്ലോ എടുക്കുകയോ അല്ലെങ്കിൽ ഞാൻ ഇന്നലെ കാണിച്ച 1500 ETP വരുന്ന ആ ഒരു റെഡ് ടൈപ്പിൻ്റെ ഷൂസ് എടുക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു പ്യൂമയുടെ അല്ലെങ്കിൽ എഡാസിൻ്റെ ഷൂസ് ഒരു 6000-7000 പ്രൈസ് റേഞ്ചിൽ വരുന്നതിൻ്റെ ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്യില്ല. ആ ഷൂവിൻ്റെ ക്വാളിറ്റി മാത്രമേ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ ട്രെയിനിങ് ലോഡ് എടുക്കുമ്പോഴാണെങ്കിലും എല്ലാ ദിവസവും ഇങ്ങനത്തെ ഷൂസൊക്കെ ഇട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് ഒരുപാട് ലാസ്റ്റ് ചെയ്യില്ല. അതിന് ഒരുപാട് വെയർ ആൻഡ് ടയർ വരും. പിന്നെ റണ്ണിങ് ഷൂസ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട റണ്ണിങ് ഷൂസ് നിങ്ങൾ റണ്ണിങ്ങിന് മാത്രം യൂസ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ മാക്സിമം മൈലേജ് കിട്ടുള്ളൂ. കാഷ്വൽ യൂസിനൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വെയർ ആൻഡ് ടയർ ആവും. അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ വീഡിയോയും അതുപോലത്തെ വേറെ റണ്ണിങ് കണ്ടൻറ്റോ കാണണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ റണ്ണിങ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. റണ്ണിങ് ഷൂസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.